ഇനിവേ പിന്നെ എന്താക്കാം, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത ആളുകളുണ്ടാവും അല്ലെ? പല ആളുകളും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയതായിരിക്കും, ആൻസർ കണ്ടിട്ടുണ്ടാവും. മാക്സിമം എൻഗേജ്ഡ് ആവും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സോഷ്യൽ റിഫോമേഴ്സ് ആർ കറക്റ്റ്? താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റില് താഴെ കുറെ പിന്നെ റിഫോമേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. ആഗമാനന്ദ, വാഗ്ബണാനന്ദ, ബ്രഹ്മാനന്ദ ശിവയോഗി. ഈ മൂന്ന് ഇവരുടെ ഈ പറയുന്ന സെന്റൻസുകൾ അത് കറക്റ്റ് ആണെന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. അപ്പോ നമുക്ക് ആൻസർ, എല്ലാവരും ആൻസർ പറയുന്നുണ്ട് അല്ലെ? സി ആണ്. ഓക്കെ, നിങ്ങളെ ഈ ആഗമാനന്ദ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾക്കൊരു സ്പെഷ്യൽ നെയിം ഉണ്ട്. നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേര് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഇതിന്റെ ആൻസറിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താം. ആഗമാനന്ദ അറിയപ്പെടുന്ന പേരെന്താണ്? വിവേകാനന്ദ ഓഫ് കേരള അല്ലെ? കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നേതാവാണ് സ്വാമി ആഗമാനന്ദ. ഓക്കെ, ആ പേര് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം പിന്നെ എറാഡിക്കേഷൻ ഓഫ് കാസ്റ്റ് ഇല്ലാതാക്കാനും അതേപോലെ ഹരിജൻസിന്റെ അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് കുറെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ സ്വാമി ആഗമാനന്ദ അറിയപ്പെടുന്ന പേര് വിവേകാനന്ദ ഓഫ് കേരള എന്നാണ്. അപ്പൊ ആ പേര് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ആൻസറിലേക്ക് എത്തിക്കാം. വിവേകാനന്ദൻ മുമ്പ് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന് ചിക്കാഗോ സ്പീച്ച് ഉണ്ട് അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള. പിന്നെ മാത്രമല്ല പിന്നെ ഹിന്ദു മതത്തിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഈ വിവേകാനന്ദൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പിന്നെ കാസ്റ്റ് അല്ലെ, ഹിന്ദു മതത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒന്നാണ് കാസ്റ്റ് എന്ന് അദ്ദേഹം പല സമയങ്ങളിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അപ്പൊ നമുക്ക് ആ പേരിനെ പറ്റി ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താക്കും, ഇതിന്റെ ആൻസർ കിട്ടും. പിന്നെ ആഗമാനന്ദനെ കുറിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അദ്ദേഹം ശ്രീരാമ പരമഹംസന്റെ പേരില് പിന്നെ ശ്രീരാമ രാമകൃഷ്ണന്റെ പേരിൽ എന്തായിട്ടുണ്ട്, കാലടിയില് ഒരു ആശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ആശ്രമത്തോടനുബന്ധിച്ചിട്ട് അദ്ദേഹം ധാരാളം സ്കൂളുകൾ, ഹരിജൻ വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ധാരാളം സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ആ സമയത്ത് ചെയ്തൊരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാല്, അദ്ദേഹം ആ കാലഘട്ടത്തില് പിന്നെ എഡ്യൂക്കേഷൻ ഉള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളുകളുണ്ടാവും, പക്ഷെ അവർക്ക് ജോലിയില്ല. അങ്ങനത്തെ ആളുകളെ കണ്ടുപിടിക്കുകയും അവരെന്താക്കും, ഹരിജൻസ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണ്, അദ്ദേഹം ഒരു പിന്നെ കോസ് ഓഫ് ഇറാഡിക്കേഷൻ ഓഫ് കാസ്റ്റ് ഒഴിവാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ മെൻഷൻ അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നുണ്ടോ? അതേപോലെ ഹരിജൻസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന് റോൾ ഉണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വാമി ആഗമാനന്ദ എന്ന് പറയുന്ന ആളുടെ റോൾ എന്തായിരുന്നു, അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെട്ടു, അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, അതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു ബേസിക് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് ശരിയായ ഒരു സെന്റൻസ് ആണ് അല്ലേ? പിന്നെ നമുക്കൊരു ആഗമാനന്ദ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എവിടേക്ക് ആശ്രമങ്ങൾ സ്ഥാപിച്ചു, പിന്നെ പ്രവർത്തന രീതി എവിടെയായിരുന്നു, അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. അദ്ദേഹം ഏതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം അറിയപ്പെടുന്നത് വിവേകാനന്ദ ഓഫ് കേരള അല്ലെ, കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ വിവേകാനന്ദ മാസ്റ്റർ ആയിരുന്നു. ഓക്കെ, രണ്ട് പേരുടെ ഫോളോവർ ആണ് അദ്ദേഹം. ഓക്കെ, അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് എന്താണ്? ഓക്കെ, വാഗ്ബണാനന്ദ ചാമ്പ്യൻ ദ കോസ് ഓഫ് പ്രൊബേഷൻ. എന്താ ഈ കോസ് ഓഫ് പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ഓഫ് പ്രൊബേഷൻ അർത്ഥം അറിയുന്നത് ടൈപ്പ് ആക്കിയാണ്. എന്താണ് കോസ് ഓഫ് പ്രൊബേഷൻ? കോസ് ഓഫ് പ്രൊബേഷൻ എന്ന അർത്ഥം കിട്ടി ഏകദേശം എനിക്ക് ആൻസർ ചെയ്യാൻ. റീസൺ ഫോർ ദ ബാനിങ് ദ ആൽക്കഹോൾ അല്ലെ, ആൽക്കഹോൾ ബാൻ ചെയ്യാൻ
അതിനുവേണ്ടി അദ്ദേഹം എന്തായിട്ടുണ്ട് ഒരു ചാമ്പ്യന്റെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ സെന്റൻസ് ഒരു ശരിയായ സെന്റൻസ് ആണ്. അദ്ദേഹത്തിന്റെ പല സംഘടനാ പ്രവർത്തനങ്ങളിലും അതേപോലെ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ എന്തായിട്ടുണ്ട് അദ്ദേഹം പറയുന്ന പിന്നെ എല്ലാ അഡിക്ഷനെതിരെയും അദ്ദേഹം പറയുന്നുണ്ട്. ഓൾ അഡിക്ഷനെതിരെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുന്ന വിഷയം യെസ്, മദ്യനിരോധത്തിന് വേണ്ടി വാദിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ മദ്യനിരോധത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ള ഒരു നേതാവാണോ വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ നമ്മളെ കേരള നവോത്ഥാനത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചിരിക്കും അല്ലെ. ഇദ്ദേഹത്തിന്റെ ഊരാളുങ്കൽ സൊസൈറ്റിയൊക്കെ അദ്ദേഹം സ്ഥാപിക്കുന്നതാണ് അല്ലെ. കാഷായം ധരിക്കാത്ത സന്യാസി അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ രീതിയുടെ പിന്നെ വർഷിപ്പ് ഓഫ് വിത്തൗട്ട് ഐഡിയൽസ് അല്ലെ. ഐഡിയൽസ് ഇല്ലാതെ എന്താവുക, ആരാധിക്കുക അല്ലെ. ഐഡിയൽസിനെ ആരാധിക്കാതെ നമ്മള് പറയില്ലേ, എന്താ പറയാ, സ്റ്റാറ്റ്യൂസിനെ ആരാധിക്കൂലേ. അപ്പൊ അതിനെതിരെയൊക്കെ പിന്നെ ഒരു അതിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരു കേരളത്തിലെ നവോത്ഥാന നായകനാണ് ആര്, വാഗ്ഭടാനന്ദ. പിന്നെ നെക്സ്റ്റ് ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി കണ്ടം ദ കാസ്റ്റ് ബാരിയേഴ്സ് പ്രാക്ടീസ് ബൈ ദ ഹിന്ദുസ് ആസ് ഇറാഷണൽ. ഈ ബ്രഹ്മാനന്ദ ശിവയോഗിനെ നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കണം. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താണ്? ആദ്യം പറയാൻ ഏത് രീതിയിലുള്ള നവോത്ഥാന നായകനായിരുന്നു? അദ്ദേഹം എത്തിയസ്റ്റ് ആയിരുന്നു. ഓക്കെ, എത്തിയസ്റ്റമാനെ പിന്നെ നിരീശ്വരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു നവോത്ഥാന നായകനായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി പല സമയങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് ഹിന്ദു മതത്തിലെ ഇറാഷണൽ ആയിട്ടുള്ള ആരാധനാ കർമ്മ അദ്ദേഹം പിന്നെ ഈ വനവാസികളെ, പിന്നെ കാട്ടിൽ ജീവിക്കുന്ന സന്യാസികളൊക്കെ ഉണ്ടല്ലോ, അവരെ വിളിച്ചിരുന്നത് ഉദര നിമിത്തം എന്നൊക്കെ അദ്ദേഹം വിളിച്ചിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്നുള്ള ഇറാഷണൽ ആയിട്ടുള്ള പ്രാക്ടീസുകളെ ഇദ്ദേഹം എന്തായിട്ടുണ്ടോ പിന്നെ അത് കാരണം ഉണ്ടായിട്ടുള്ള കാസ്റ്റ് ബാരിയേഴ്സിനെ ഇദ്ദേഹം എതിർത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി എന്തായിട്ടുണ്ട്? ഇത്തരത്തിലുള്ള ഇറാഷണൽ ആയിട്ടുള്ള യുക്തിക്ക് നിരക്കാത്ത കർമ്മങ്ങളെ, പിന്നെ കാസ്റ്റിനെ അദ്ദേഹം എന്തായിട്ടുണ്ട്? ശക്തമായി എതിർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പിന്നെ എത്തിയസ്റ്റ് ആയിട്ടുള്ള നവോത്ഥാന നായകൻ. ഹി വാസ് എൻ എത്തിയസ്റ്റ്. അദ്ദേഹം എന്തായിരുന്നു? ഒരു എത്തിയസ്റ്റ് ആയിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. ഓക്കെ, പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് അജിറ്റേഷൻ ഈസ് ആർ റിലേറ്റഡ് ടു കൊച്ചിൻ സ്റ്റേറ്റ്? കൊച്ചിൻ സ്റ്റേറ്റില് ഈ താഴെ കുറെ പിന്നെ അജിറ്റേഷൻ എന്ന് പറഞ്ഞ സമരങ്ങളുണ്ട് അല്ലെ. ഈ സമരങ്ങളില് കൊച്ചിൻ സ്റ്റേറ്റിൽ മാത്രം കാണപ്പെടുന്ന അല്ലെങ്കിൽ കൊച്ചിൻ സ്റ്റേറ്റിൽ നടത്തപ്പെട്ടിട്ടുള്ള സമരം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഒരു പിന്നെ കേരളത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ട്രിവാൻഡ്രം മോളുണ്ട് അല്ലെ, ട്രാവൻകൂർ എന്ന് പറയുന്നത്, പിന്നെന്താണ് ട്രാവൻകൂർ അല്ലെങ്കിൽ വേണാട് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതിന് താഴേക്ക് വരുമ്പോ പിന്നെ മധ്യ കേരളത്തിലെ പിന്നെ എന്താ പറയാ കൊച്ചി വരുന്നുണ്ട്. പിന്നെന്താണ് നെടിയൂരുപ്പ് സ്വരൂപം എന്ന് പറയുന്ന കോഴിക്കോട് പ്രദേശം അല്ലെ. ഈ 3 പ്രദേശങ്ങളിലെ ഇപ്പൊ ഈ കാണുന്ന സമരങ്ങൾ, അജിറ്റേഷൻ ഫോർ സിവിക് റൈറ്റ്സ്, നിവർത്തന അജിറ്റേഷൻ, ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ, ഇതിന് ഏതാണ് കൊച്ചി പ്രദേശത്ത് നടന്നിട്ടുള്ള സമരം? ഏതാണ് ഒരു മൂവ്മെന്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് നിങ്ങൾ 20 സെക്കൻഡോട് 30 സെക്കൻഡോട് ആൻസർ ചെയ്യണം. എല്ലാവരും ആൻസർ ചെയ്തോളി. എല്ലാവരും ആൻസർ. എത്ര പേരെ ഗ്രൂപ്പിൽ? ആകെ ഉള്ളത് 12 പേരാണ്. അത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താവണം? ആൻസർ ചെയ്യണം. ഓക്കെ, ഇതിൽ നിവർത്തന അജിറ്റേഷൻ, ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ, ആ 2 വിഷയങ്ങൾ നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാം. എന്താണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞാല്? അതായത് പിന്നെ അത് നടക്കുന്നത് കൊച്ചിയിലല്ല, അതെ, പിന്നെ തിരുവിതാംകൂറിൽ നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റാണ്. അതായത് 1932 മുതൽ 38 വരെ നടക്കുന്ന ഒരു സമരമാണ്, ഒരു പ്രതിഷേധമാണ്. അപ്പൊ 1932 പിന്നെ 1932 അങ്ങനെ ഒരു പിന്നെ ഭരണഘടനാ പരിഷ്കാരം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പരിഷ്കാരം കൊണ്ടുവരാണ്. അങ്ങനെ ഈ പരിഷ്കാരം കൊണ്ടുവന്ന സമയത്ത് ആ പരിഷ്കാരത്തിൽ എന്തായി? പിന്നെ നായർ സമൂഹത്തിന് അവർക്ക് അവരുടെ നീതിക്ക് ലഭിക്കാത്ത, അവർക്ക് ഭയങ്കരമായിട്ട് എന്ത് കിട്ടി?
പിന്നെ പ്രാതിനിധ്യം ലഭിച്ചു. ഓക്കെ, റെപ്രസെന്റേഷൻ കിട്ടി. അപ്പൊ ഇതിനെതിരെ പിന്നെ തിരുവിതാംകൂറിലെ ഈയവരെ മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ഇവരെ ഒരുമിച്ച് എന്താവാണ് അതിനെതിരെ സമരം ചെയ്യാം. ഓക്കെ, അതാണ് നിവർത്തന പ്രക്ഷോഭം. ഓക്കെ, അത് നടക്കുന്ന എവിടെയാണ്? അത് നടക്കുന്നത് പിന്നെ തിരുവിതാംകൂറിലാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ആണ് എന്ത് എവിടെ നടക്കുന്നത്? നമ്മുടെ ഈ പറയപ്പെട്ട കൊച്ചിൻ സ്റ്റേറ്റിൽ നടക്കുന്നത്. ഓക്കെ, യെസ് അല്ലെ, കൊച്ചിൻ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന തൃശ്ശൂർ നടക്കുന്നത് അല്ലെ. പിന്നെ അതെന്താണ്, എന്താ സംഭവം? ഷൺമുഖ ഷെട്ടി എന്ന് പറയുന്ന കൊച്ചിയിലെ ദിവാൻ, അദ്ദേഹം എന്ത് ചെയ്യാന്ന് വെച്ചാല് പിന്നെ അവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ വിതരണ അവകാശം മദ്രാസ് ബേസ് ആക്കിയിട്ടുള്ള ചന്ദ്രിക എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് പ്രൈവറ്റൈസേഷൻ. ഓക്കെ, ആ പ്രൈവറ്റൈസേഷനെതിരെ എന്താണ് പിന്നെ അന്നത്തെ ആളുകൾ, കൊച്ചിയിലെ ആളുകൾ എന്താണ് സമരം ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവരെ ആവശ്യം എന്താ വെച്ചാല് തൃശ്ശൂർ ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ എന്ന് പറയുന്ന പിന്നെ റീജിയണൽ ആയിട്ട് ആ പ്രദേശത്തുള്ള കമ്പനിക്ക് എന്താക്കണം, ആ കോർപ്പറേഷന് പിന്നെ കൊച്ചിയിലെ അല്ലെങ്കിൽ എന്താണ് തൃശ്ശൂരില് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കറണ്ട് വിതരണം ചെയ്യാനുള്ള അവകാശം കൊടുക്കണം എന്നുള്ളതാണ് ഇവര് ഈ സമരം നടത്തുന്നത്. ഓക്കെ, പിന്നെ അപ്പോ ഇതിൽ കുറെ ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ നിങ്ങൾ എന്താക്കുക, വിശദമായിട്ട് നിങ്ങൾ പഠിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലായല്ലോ. താഴെ പറയുന്നതിൽ ഏതാണ് കൊച്ചിയിൽ നടന്നിട്ടുള്ള സമരം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പിന്നെ അജിറ്റേഷൻ ഫോർ സിവിക് റൈറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമരം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമരം കാണുന്നില്ല. പിന്നെ ഉള്ളൊരു സമരം എന്താണെന്ന് വെച്ചാല് പൗരസമത്വവാദ പ്രക്ഷോഭം എന്നുള്ളതാണ്. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന് പറഞ്ഞ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് എവിടെയാണ്? അത് നടക്കുന്നത് തിരുവിതാംകൂറിലാണ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയുന്നതാണ് ഇതിൽ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസിഡൻസ് റിലേറ്റഡ് ടു കൊച്ചിൻ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഓക്കെ, അതാണ് നമ്മളെ ആൻസർ. ഓക്കെ അല്ലേ? എനി ഡൗട്ട്? അപ്പൊ ഈ നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ച് കൂടുതൽ ഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കാണ്ട്. നിവർത്തന പ്രക്ഷോഭത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് ഉണ്ട്. ഏതാ സ്പീച്ച് അറിയോ? സി കേശവൻ. സി കേശവൻ. പിന്നെ എന്താ പറയുക, സി കേശവന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ചാണ് കോഴഞ്ചേരി സ്പീച്ച് അല്ലെ. പിന്നെ മനസ്സിലാക്കേണ്ട നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അതായത് പിന്നെ അവിടുത്തെ അന്നത്തെ സമയത്ത് രാജാവാരാണ്? തിരുവിതാംകൂറിലെ രാജാവാരാണ്? പിന്നെ ശ്രീ ചിത്ര തിരുനാളെ പിന്നെ ബാലരാമവർമ്മ അതൊക്കെ അറിയായിരിക്കും അല്ലെ. അതൊക്കെ ആ സമയത്ത് രാജാവ് ആരാണ്? അന്ന് ദിവാൻ ആരാണ്? ദിവാൻ ആരാണ്? ഈ പ്രക്ഷോഭം വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് അന്ന് ദിവാൻ ആരാണ്? അദ്ദേഹമാണ് കുറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. ആരാണ്? CP രാമസ്വാമി അയ്യർ. സർ CP കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. സർ CP എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അല്ലെ. 1936 സർ CP അധികാരത്തിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ആ സമരം വളരെ സീരിയസ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താക്കും, വിശദമായിട്ട് പഠിക്കും. ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? PSC സ്ഥാപിക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾ കേരള ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? പിന്നെ ഇപ്പൊ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും അജിറ്റേഷൻ ഫോർ സിവിക് റൈറ്റ്സ് എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം 1919 പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന പ്രക്ഷോഭം നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പ്രക്ഷോഭത്തിൽ പറയുന്ന അതിന്റെ ഒരു കറക്റ്റ് മീനിങ് അതല്ല വരുന്നത് ശരിക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം അജിറ്റേഷൻ ഫോർ സിവിക് റൈറ്റ്സ് ഉള്ള നിങ്ങൾക്ക് അറിയോ അത് ഏതാണ് പിന്നെ പ്രക്ഷോഭം എന്നുള്ളത്? നിവർത്തന പ്രക്ഷോഭം എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അല്ലെ, അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രക്ഷോഭമാണ്. അതേപോലെ അജിറ്റേഷൻ ഫോർ സിവിക് റൈറ്റ്സ് എന്ന് പറയുന്ന പ്രക്ഷോഭത്തെ കുറിച്ച് ആർക്കെങ്കിലും ധാരണ ഉണ്ടോ? ഞാൻ കുറെ നോക്കി പക്ഷെ കണ്ടില്ല. എനിവേ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay. Which of the following are the correct about the time of the divanship of Sir CP രാമസ്വാമി അല്ലെ. സർ CP രാമസ്വാമിയുടെ ദിവാൻഷിപ്പിന്റെ പീരീഡിൽ സംഭവിച്ചിട്ടുള്ള ഇൻസിഡന്റ് ഏതൊക്കെയാണ് അല്ലെ? ഇതിൽ ഏതൊക്കെ ഇൻസിഡന്റ് ആണ് സർ CPയുടെ ദിവാൻഷിപ്പിന്റെ സമയത്ത് നടന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് സർ CPയുടെ കാലഘട്ടം ഏതാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ നിങ്ങൾ എന്താക്കി ഒന്ന് ആൻസർ ആയി. അപ്പോ പിന്നെ സർ CP എപ്പോഴാണ് അധികാരത്തിൽ എത്തിയത്?
പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന സംഭവം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എപ്പോഴാണ് നടക്കുന്നത്? അതെ. പിന്നെന്താണ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആ വർഷങ്ങളൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ടെമ്പിൾ എൻട്രി നടക്കുന്ന വർഷം ഏതാണ്? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടക്കുന്ന വർഷം 1936 നവംബർ 12-നാണ് എന്താ തന്നെ ഈ ഒരു ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടക്കുന്നത്. അന്നത്തെ യെസ്, വെരി ഗുഡ്, 1936 അല്ലെ. അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ടത് ആരായിരുന്നു അന്നത്തെ രാജാവ്? നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. ആരാണ് അന്നത്തെ രാജാവ്? ആരാണ്? ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണെന്ന് ആ കാലഘട്ടത്തിലെ തിരുവിതാംകൂറിലെ രാജാവ്. അതും കൂടി മനസ്സിലാക്കി വെക്കുക. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തെയാണ് 1924 മുതൽ അവസാനം വരെ 49 വരെ എന്താണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് അധികാരം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഏത് രാജാവായിരുന്നു, ദിവാൻ ആരാണ് എന്നുള്ളതാണ്. അപ്പൊ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആണ് എന്ത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി അല്ലെ. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്നാണ് സ്ഥാപിച്ചത്? എന്നാണ്? 1937 യൂണിവേഴ്സിറ്റി വരുന്നത്. അത് അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചാൻസലർ ആരാണ്? അവിടുത്തെ രാജാവായിട്ടുള്ള ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ. അതിന്റെ വൈസ് ചാൻസലർ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോ പിന്നെ ബൈഫ്യൂരിക്കേഷൻ ഓഫ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലും പിന്നെ 1921 എന്താണ് ആ ഒരു ബൈഫ്യൂരിക്കേഷൻ ഓഫ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരുന്നത്. അപ്പൊ ഇത് രണ്ടാണ് ഇതിന്റെ ആൻസർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വർഷം നമുക്കറിയണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എപ്പോഴാണ് വന്നത് അറിയണം. പിന്നെ രാമസ്വാമി സർ CP ആയിരുന്നു അതിന്റെ വൈസ് ചാൻസലർ. ഓക്കെ. നിങ്ങളോട് ചോദിക്കാണ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആരാ? ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആരായിരുന്നു? ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാ? തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതും ഈ പറയപ്പെട്ട രാജാവാണ്, ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ. പിന്നെ അതിന്റെ ഫസ്റ്റ് വൈസ് ചാൻസലറാണ് ആര്? വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 1 മിനിറ്റ്. സർ CPയുടെ കാലഘട്ടം നിങ്ങൾക്ക് അറിയില്ല അല്ലെ? 1936 to 1947 ആണ്. ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സർ CPയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വളരെ വലിയൊരു സമരമുണ്ട്. ഏതാണത്? അതിന്റെ ഒരു മുദ്രാവാക്യം എന്താന്ന് വെച്ചാല് അമേരിക്കൻ മോഡൽ അറബിക്കടലിലേക്ക്, അമേരിക്കൻ മോഡൽ ടു അറേബ്യൻ സീ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെ ഫേമസ് ആയിട്ടുള്ള സമരം ഉണ്ട്. ഏതാണ് സമരം? പുന്നപ്ര വയലാർ സമരം അല്ലെ. ഓക്കെ. അപ്പൊ ഈ പുന്നപ്ര വയലാർ സമരത്തിന് പുന്നപ്ര വയലാർ സമരം നടക്കാൻ കാരണം എന്താണ്? സർ CPക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ ഒന്നും എന്താണ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ബ്രിട്ടന്റെ ഒരു കോമൺവെൽത്ത് എന്നൊക്കെ പറയൂലേ, ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ബ്രിട്ടന്റെ കോമൺവെൽത്ത് ആണ്. അതേപോലെ എന്താക്കണം, ഈ തിരുവിതാംകൂറിനെ ഒരു കോമൺവെൽത്തിനെ പോലെ നിലനിർത്തണം എന്നുള്ള ആവശ്യമൊക്കെ സർ CP പറയുന്നുണ്ട്. അപ്പൊ അതിനെതിരെയാണ് അതിനെതിരെ സമരം ചെയ്യാണ്. ഓക്കെ. അതാണ് പുന്നപ്ര വയലാർ അല്ലെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the correct statement about Malabar District Political Conference. Identify the correct statement about Malabar District Political Conference. ഇതിൽ താഴെ കുറെ സെന്റൻസുകൾ പറയുന്നുണ്ട് അല്ലെ. മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസ് ഫസ്റ്റ് മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസ് എവിടെയാണ് നടക്കുന്നത്? പാലക്കാട് വെച്ചാണ് നടക്കുന്നത്. രണ്ടാമത്തെ എവിടെയാണ്? തേർഡ് ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് നടക്കുന്നത് 1918 അങ്ങനെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ശരിയായ ആൻസർ? നിങ്ങൾ പറഞ്ഞു പോവാ. 12 പേരിലുള്ളൂ. ആൾ ഓഫ് ദി അബവ് അല്ലെ. ഇതെല്ലാം എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ് മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാല് INC-യുടെ സമ്മേളനം, പൊളിറ്റിക്കൽ കോൺഫറൻസ് ആണ് അല്ലെ. INC നാഷണൽ ലെവലിൽ എന്താക്കുന്നുണ്ട്? സമ്മേളനം നടത്തുന്നുണ്ട് അല്ലെ. അതേപോലെ മലബാർ റീജിയനിലെ
INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളാണ് ഈ പറയപ്പെട്ട മലബാറിന്റെ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള സമ്മേളനങ്ങളാണ് ഈ പറയുന്ന മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ്. ഓക്കെ, അപ്പോ നമുക്കറിയാം 1916 എന്ത് ഫസ്റ്റ് മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസ് നടക്കുന്നത്. അതിന്റെ ചെയർപേഴ്സൺ ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. എന്തുകൊണ്ട് ആനി ബസന്റ് ആകാൻ കാരണം എന്താ? 1916 പിന്നെ മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസിന്റെ ചെയർപേഴ്സൺ ആരായിരുന്നു? അതിന് ചെയർ ആയിട്ടുണ്ടായിരുന്ന ആനി ബസന്റ് ആണ്. എന്തുകൊണ്ട് ആനി ബസന്റ് ചെയർപേഴ്സൺ ആയി? നമുക്കറിയാം ഹോം റൂൾ മൂവ്മെന്റ് എന്നാ സ്ഥാപിക്കപ്പെടുന്നത് 1916 അപ്പൊ ആ ഒരു മൂവ്മെന്റ് പിന്നെ കേരളത്തിൽ എന്താക്കണം, പ്രചരിപ്പിക്കണം എന്ന ലക്ഷ്യവുമായിട്ട് ഇതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്ന ആരാണ്? ആനി ബസന്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസ് എന്താക്കി മനസ്സിലായി അല്ലെ? അതായത് INCയുടെ സമ്മേളനങ്ങൾ മലബാർ റീജിയനിൽ നടത്തുക, അതിന്റെ സമ്മേളനങ്ങളാണ് അല്ലെ? അങ്ങനെ ഓരോ റീജിയൻ ഉണ്ട്, ഓരോ പ്രാവശ്യം സമ്മേളനം ഉണ്ട്, അതിന് ചെയർപേഴ്സൺസും അതൊക്കെ ചോദിക്കാവുന്നതാണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ? ഫസ്റ്റ് സമ്മേളനത്തിന്റെ 1916 ഫസ്റ്റ് സമ്മേളനത്തിന്റെ ചെയർപേഴ്സൺ ആരാണ്? ആനി ബസന്റ് ആയിരുന്നു. ഓക്കെ, 1917 കോഴിക്കോട് നടക്കുന്നുണ്ട്. അതിന്റെ ചെയർപേഴ്സൺ നേരത്തെ പറഞ്ഞ CP രാമസ്വാമി അയ്യർ. ഈ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്നത് കോൺഗ്രസ്കാരനും കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്തായത് രണ്ടാമത്തെ പിന്നെ മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസിന്റെ ചെയർപേഴ്സൺ ആകുന്നത്. ഓക്കെ, ചെയർപേഴ്സൺ പ്രിസൈഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഓക്കെ കേരള അല്ലെ അങ്ങനെ അറിയപ്പെടുന്ന 1920 അതായത് നാഷണൽ ലെവലില് കേരള പിന്നെ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോ അങ്ങനെ. അപ്പൊ ഇതാണ് സംഭവം. മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസ് എന്താ മനസ്സിലാക്കുക, അത് എവിടെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് എക്സാം ഭയങ്കര നല്ല നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലെ? കേരള ഹിസ്റ്ററിയുടെ പല ഭാഗങ്ങളും ടച്ച് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ പിന്നെ എല്ലാത്തിലും പ്രിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ 1920 നടന്നതിന് എന്താ വിളിക്കപ്പെടുന്നത് വെച്ചാല് സൂറത്ത് ഓഫ് കേരള അല്ലെ? 1920 പിന്നെ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ട്, സൂറത്ത് ഓഫ് കേരള എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രോണോളജിക്കൽ ഓർഡറിൽ അടയാളപ്പെടുത്താനാണ്. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിച്ചത് ഏതാണ്, പിന്നെ സംഭവിച്ചത് ഏതാണ്, പിന്നെ സംഭവിച്ചത് ഏതാണ് അല്ലെ? ആ ഓർഡറിൽ നമ്മൾ അടയാളപ്പെടുത്താണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഡേറ്റ് നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹ എന്നാണ് സംഭവിച്ചത് നമുക്കറിയാം. അപ്പൊ അതാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അവസാനം പാലയം മനസ്സിലാക്കുന്നത് ഈ പാലയം സത്യാഗ്രഹം എന്ന് പറയുന്ന സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? സംഘടിത സത്യാഗ്രഹം. ഓക്കെ, സത്യാഗ്രഹം അല്ലെ? അപ്പൊ ഉറപ്പാണ്, കാരണം സ്വാതന്ത്ര്യ പാലയം സത്യാഗ്രഹ അപ്പൊ അവസാനം നടന്നത്. ഇതിലെ ഫസ്റ്റ് ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് എന്നാ? വൈക്കം സത്യാഗ്രഹം ഡേറ്റ് ജസ്റ്റ് ഡേറ്റ് പറഞ്ഞാൽ മതി. വൈക്കം സത്യാഗ്രഹം കുറെ പ്രത്യേകത ഉണ്ട്. 600 ഡേയ്സ് നീണ്ടു നിന്നിട്ടുള്ള സമരമാണത് വൈക്കം സത്യാഗ്രഹം അല്ലെ? 600ഓളം ദിവസം നീണ്ടു നിന്നിട്ടുണ്ട്. യെസ്, 1924 എന്താന്ന് വൈക്കം സത്യാഗ്രഹം. പിന്നെ 25 അപ്പൊ ആ ഒരു പിന്നെ സമരം നമുക്ക് ആകെ സംശയം ഉണ്ടാവില്ലേ, ടെമ്പിൾ എൻട്രി ആണോ വൈക്കമാണോ ഫസ്റ്റ് എന്നാണ്. വൈക്കം സത്യാഗ്രഹമാണ് 1930 ടെമ്പിൾ എൻട്രി നടക്കുന്നപ്പോഴാണ് 1936 അല്ലെ? അപ്പൊ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഹിസ്റ്ററി എന്താണ് കണക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, സർസിപി എന്ന് വന്നു, സർസിപിയുടെ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങൾ ഏതൊക്കെ, ആ സമരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ്, പഠിച്ച് നമുക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇത് സർസിപി നല്ലതാണ്. കുറെ കാലഘട്ടം പിന്നെ അതുമായി ബന്ധപ്പെട്ട സമരങ്ങളെ കുറിച്ച് കേരള ഓക്കെ. പാലയം സത്യാഗ്രഹത്തിന്റെ പ്രത്യേകത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നടത്തിയിട്ടുള്ള ആദ്യ സംഘടിത സത്യാഗ്രഹമാണ് പാലയം സത്യാഗ്രഹം. ഓക്കെ, പാലയത്തിന്റെ അച്ഛൻ അല്ല, ഇന്ത്യ ഒരു രാജയാണ്, സ്വതന്ത്ര രാജയായിരുന്നു അല്ലെ? കൊച്ചി പ്രദേശത്തുള്ള ഒരു രാജയായിരുന്നു പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഭാഗങ്ങളിലുള്ള പ്രദേശത്തേക്ക് ജനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള എൻട്രിക്ക് വേണ്ടി അവിടെ എന്തായിരുന്നു പിന്നെ സാധാരണ പിന്നെ
സമൂഹത്തിൽ നിന്നും ബാക്ക്വേർഡ് ആയിട്ടുള്ള അൺടച്ചബിൾ അനുഭവിക്കുന്ന സമൂഹത്തിന് അവിടെ പ്രവേശിക്കാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പൊ അതിനെതിരെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത സമരമാണ് പാലിയം സത്യാഗ്രഹം. ഓക്കെ, പിന്നെ വൈക്കം സത്യാഗ്രഹം നമുക്ക് അറിയായിരിക്കും, വിശദമായിട്ടേക്ക് പോകുന്നില്ല. ടെമ്പിൾ ആൻഡ് റിഫോർമേഷൻ അതിന്റെ കാലഘട്ടം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഗോട്ട് ഇറ്റ്? പൊളിറ്റിക്സിലേക്ക് വരുന്നത് ഇന്ത്യൻ പൊളിറ്റി ആണ് അല്ലെ. ഇന്ത്യൻ പൊളിറ്റി നമുക്ക് പറയാൻ കഴിയും. ഇതുവരെ കേരള ഹിസ്റ്ററി, കേരള നവോത്ഥാനൊക്കെ പറഞ്ഞത് ഇന്ത്യൻ പൊളിറ്റിയിലേക്ക് അടക്കാം. എന്താണ്? ചൂസ് ദ കറക്റ്റ് സെന്റൻസ് റിലേറ്റഡ് ടു വിത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സെന്റൻസ് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റ് സെന്റൻസ് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് വായിച്ചു നോക്കി. ഓക്കെ, നമുക്ക് ആൻസർ ചെയ്യോ, പെട്ടെന്ന് ആൻസർ ചെയ്യോ. The Constitution has 395 articles and 15 schedules. കോൺസ്റ്റിറ്റ്യൂഷന് 395 ആർട്ടിക്കിൾസ് ഉണ്ട്, അതേപോലെ തന്നെ 15 ഷെഡ്യൂൾ ഉണ്ട്. ഇത് ശരിയായ സെന്റൻസ് ആണോ? ശരിയായ സെന്റൻസ് ആണോ? തെറ്റായ സെന്റൻസ് ആണ് അല്ലേ? ഓക്കെ, ഇന്ന് ഏകദേശം കോൺസ്റ്റിറ്റ്യൂഷൻ 448 എന്തുണ്ട്? ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, പിന്നെ എത്ര ഷെഡ്യൂൾ ഉണ്ട് ഇപ്പോ? 12 ഷെഡ്യൂൾ ഉണ്ട് അല്ലേ? ഇനിയിപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്ന സമയത്ത് ഏകദേശം 395 ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? എത്ര ഷെഡ്യൂൾ ഉണ്ട്? സ്ഥാപിക്കുമ്പോ 8 ഷെഡ്യൂൾ അല്ലേ? 8 ഷെഡ്യൂൾ അല്ലേ? ഓക്കെ, അപ്പൊ അതെന്താണ്? അത് തെറ്റായ സെന്റൻസ് ആണ് അല്ലെ? നമ്മള് ഇവിടെ 395 കണ്ട് നമ്മളെന്താ? കാരണം പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇത് നമ്മൾ കൂടെ വായിക്കണം. അപ്പൊ ഇത് ശരിയാവാൻ അവർ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത എന്താണ്? ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് ഹെൽഡ് ഓൺ 9 ഡിസംബർ 1946. 1946 ഡിസംബറിലാണോ അതിന്റെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്? കറക്റ്റ് സെൻസ് ആണ്. ഞാൻ അതിന്റെ കൂടെ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി വേണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് താൽക്കാലിക ഗവൺമെന്റ് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള പിന്നെ ഒരു മിഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രത്യേക ദൗത്യമുണ്ട്. ഏതാണ് ആ മിഷന്റെ പേര്? അതായത് ബ്രിട്ടീഷുകാർ പ്ലാൻ എന്താ വെച്ചാല് ഇന്ത്യക്ക് അധികാരം കൈമാറുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് 1946 ആയപ്പോൾ ഗവൺമെന്റ് എത്തുന്നുണ്ട്. ഗവൺമെന്റ് പ്രത്യേക ഒരു പ്രത്യക് ലോറൻസിന്റെ ഒക്കെ നേതൃത്വത്തില്, അല്ല അലക്സാണ്ടറുടെ നേതൃത്വത്തില് ഒരു പ്രത്യേക മിഷൻ കൊണ്ടുവരുന്നുണ്ട്. ഏതാണ് മിഷന്? ഏതാണ് മിഷന്റെ പേര്? anyone can answer? ഏതാണ്? ഓക്കെ, ക്യാബിനറ്റ് മിഷൻ അല്ലേ? ക്യാബിനറ്റ് മിഷൻ ആണ് എന്ത് പറയുന്നത്? ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വേണം, ഇന്ത്യക്ക് ഇന്ത്യൻ ഗവൺമെന്റ് വേണം. എന്തിനാ അതൊക്കെ? അധികാരം കൈമാറാൻ, അല്ല ഇന്ത്യയുടെ അധികാരം ഇന്ത്യൻസിന്റെ കയ്യിലേക്ക് കൈമാറാനുള്ള പ്ലാനാണ്. ആ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് എന്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വരുന്നത് അല്ലെ? അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ എന്താക്കി ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സ്ഥാപിക്കുന്നത് എന്നാ? കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്ഥാപിക്കുന്നത് ഡിസംബർ 6 ഓക്കെ, അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് എന്ത്? ഡിസംബർ 1946 ഡിസംബർ 9 നടക്കുന്നത്. ഡിസംബർ 6 അല്ലേ? പിന്നെ ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. പിന്നെ അതൊരു ശരിയായ പിന്നെ ഹെൽഡ് 11 സെഷൻസ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് എന്തായിട്ടുണ്ട്? എത്ര സെഷൻ ഉണ്ട്? 11 സെഷൻസ്. 11 സെഷൻ ആണ് ടോട്ടലായി നടന്നത്. അത് ശരിയായ സെന്റൻസ് ആണ്. ടോട്ടൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് പിന്നെ 11 സെഷൻസ് നടക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഇത് എന്താക്കുന്നത്? ഇങ്ങനെ അതിനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ അവസാനത്തെ സെഷൻ, ഇതിൽ അവസാനത്തെ സെഷൻ നടക്കുന്ന ഡേറ്റ് ഏതാണ്? എന്നാണ് അവസാന സെഷൻ നടക്കുന്നത്? നമ്മൾ 11 സെഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് സെഷൻ കൂടി എന്നാണ്? ഡിസംബർ 9 അവസാനത്തെ സെഷന്റെ ഡേറ്റ് എന്നാണ്? 1949 നവംബർ 26. ഓക്കെ, ഈ നവംബർ 26 എന്ത് ഡേറ്റാണ് അറിയപ്പെടുന്നത്? എന്ത് അറിയപ്പെടുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ. യെസ്, വെരി ഗുഡ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ പോർഷൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന ഏതൊരാളായിക്കോട്ടെ, നമ്മൾ PSC പഠിക്കാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. പിന്നെ
മോശമായ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചവർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, എത്ര സമയം എടുത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പൂർത്തീകരിക്കാന്? 2 വർഷം 11 മന്തും 17 ഡേയ്സും അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, ജസ്റ്റ് കൂട്ടിച്ചേർത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിലെ ഫുള്ള് പിന്നെ ശരിയാണോ തെറ്റാണെന്നുള്ളതാണ്. നേരത്തെ ചോദിക്കുന്ന പോലെ തന്നെ അല്ലെ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇസ് ഫെഡറൽ ബട്ട് കണ്ടെയ്ൻ സ്ട്രോങ് യൂണിറ്ററി. അത് ശരിയാണോ? ശരിയാണ്. എല്ലാവരും ആൻസർ പറയണം. നിങ്ങൾ ആ കുറച്ച് പേരേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യണം. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇസ് ഫെഡറൽ ബട്ട് കണ്ടെയ്ൻ സ്ട്രോങ് യൂണിറ്ററി. ഓക്കെ, എന്താണ് നമുക്കറിയാം എന്താണ് ഫെഡറൽ. ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഫെഡറൽ ആൻഡ് യൂണിറ്ററി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് തിരിയണം അല്ലെ. ഇന്ത്യ ഫെഡറൽ സ്റ്റേറ്റ്, ഇന്ത്യ ബോത്ത് ആണല്ലോ, രണ്ടും ആണ്. ഓക്കെ, നമുക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആസ്പെക്ട്സ് എടുത്തു നോക്കിയാൽ മതി, മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ എന്തുണ്ട്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ട് അല്ലെ. യൂണിയന് അതിൻ്റെതായ അധികാരങ്ങളുണ്ട്. ഒരു പിന്നെന്താ പറയാ, ഒരു സ്ട്രോങ് യൂണിറ്ററി ആയിട്ടുള്ള ഒരു നേഷൻ. യൂണിറ്ററി സിസ്റ്റത്തിന് ഉണ്ടാവേണ്ട പല അധികാരങ്ങളും ഇന്ത്യയിലുണ്ട്. ഒരു എമർജൻസി നടപ്പിലാക്കിയ സ്റ്റേറ്റിലെ അധികാരങ്ങൾക്ക് എടുത്തു പോകും അല്ലെ. പിന്നെ ഒരു സ്ട്രോങ് യൂണിറ്ററി നേഷൻ ഉദാഹരണം പറയാൻ പറ്റുമോ? സ്ട്രോങ് യൂണിറ്ററി നേഷൻ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കൺസെപ്റ്റ് ആണ്, ഫെഡറലും അതേപോലെ സ്ട്രോങ് യൂണിറ്ററി ആണെന്ന് പറഞ്ഞത് അല്ലെ. സ്ട്രോങ് യൂണിറ്ററി ആയിട്ടുള്ള ഒരു നേഷന്റെ പേര് എനിക്ക് പറയാൻ പറ്റും. ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും വളരെ ഈസി ആയിട്ട്. സ്ട്രോങ് യൂണിറ്ററി ആയിട്ടുള്ള നേഷൻ ഇപ്പൊ ചൈന അല്ലെ. ചൈന ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ അല്ലെ. ചൈന എന്ന് പറയുന്ന രാഷ്ട്രം അത് സ്ട്രോങ് യൂണിറ്ററി അല്ലേ. അവിടെ ഹൈ പവർ ആരാണ്? പിന്നെ അവിടുത്തെ യൂണിയൻ അല്ലെ, അവർക്കാണ് ഹൈ പവർ. ഓക്കെ, അതേപോലെ ജപ്പാനൊക്കെ ഹൈ പവർ ആർക്കാണ്? അവിടെ ഫെഡറൽ സിസ്റ്റം അല്ല, അവിടെ സ്റ്റേറ്റുകൾക്ക് വല്ല ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റ് എന്താണ് പവർ? അതാണ് യൂണിറ്ററി എന്ന് പറഞ്ഞാൽ, യൂണിറ്ററി നേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലോ അവിടെ അധികാരങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റിന്റെ കൂടെയും അതേപോലെ സെൻട്രലിന്റെ ഇടയിൽ എന്തായിട്ടുണ്ട്? അധികാരങ്ങളെ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയുടെ പ്രത്യേകത എടുത്ത് നോക്കിയാൽ ഇപ്പൊ ഡുവൽ അഡ്മിനിസ്ട്രേഷൻ. ഡുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഡുവൽ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റേറ്റിലുണ്ട് സെൻട്രലുണ്ട്. പിന്നെന്താണ് ഡിവിഷൻ ഓഫ് പവേഴ്സ്, അധികാരങ്ങൾ ഡിവൈഡ് ചെയ്യും അല്ലെ. നമുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. 3 ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് അല്ലെ. അങ്ങനെ അപ്പൊ പിന്നെ ബൈക്യാമറലിസം കേട്ടിട്ടുണ്ട്. എന്താ ബൈക്യാമറലിസം എന്ന് പറഞ്ഞാല്? ബൈക്യാമറലിസം അല്ലെ, ഒരു പാർലമെന്റ് അതിൽ 2 ഹൗസസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സിസ്റ്റത്തിനാണ് എന്താ പറയാ? ബൈക്യാമറലിസം. ഇതൊക്കെ ഫെഡറൽ സ്റ്റേറ്റിന്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യ എന്താണ്? ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ഈ യൂണിയൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്ററിക്ക് വരുമ്പോ ഗവർണർ ഉണ്ടാവാം അല്ലെ. ഗവർണർ നിശ്ചയിക്കുന്ന ആരാണ് ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ സെൻട്രൽ ഗവൺമെന്റ് ആണോ? ആരാ? സെൻട്രൽ ഗവൺമെന്റ്, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാം അല്ലെ. അപ്പൊ അതൊരു യൂണിറ്ററി ആയിട്ടുള്ള അല്ലെ, അവിടെ പവർ ആയിരിക്കും സെൻട്രൽ ഗവൺമെന്റിനാണ്. ഇവിടെ സ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് ഗവർണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫെഡറൽ ആണ് ആൻഡ് സ്ട്രോങ് യൂണിറ്ററി. രണ്ടും കൂടി മിക്സ് ആണ്. കോസി ഫെഡറൽ എന്ന് പറയാറുണ്ട്. രണ്ടും ഇന്ത്യയിലുണ്ട്, സ്ട്രോങ് യൂണിറ്ററി ഉണ്ട്, ഫെഡറൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻട്രൊഡ്യൂസ് യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ് അല്ലെ. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് അഡൽട്ട് എന്താ? അഡൽട്ട് സഫ്രേജ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? വോട്ട് ചെയ്യാനുള്ള അവകാശം. നമുക്കറിയാം ഇന്ത്യയില് ആദ്യം 18 വയസ്സ് തികയുന്നതിന് മുമ്പ് എന്തായിരുന്നു? 21 വയസ്സായിട്ടുള്ള എല്ലാ ആളുകൾക്കും, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എന്താവാം? വോട്ട് ചെയ്യാമെന്നുള്ള ഒരു നിയമമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ സിസ്റ്റം ഇന്ത്യയുടെ അങ്ങനെ സിസ്റ്റം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്.
ഓക്കെ അല്ലെ? അപ്പൊ ആർട്ടിക്കിൾ 326 പ്രകാരം എന്താക്കാം, ഇന്ത്യയിൽ ആർക്കും വോട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലെ? 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കും വോട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു? 21 വയസ്സിന് മുകളിൽ ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. പിന്നീട് എന്താക്കി, 1988 61ാമത് അമെന്റ്മെന്റ് പ്രകാരം 1981 അമെന്റ്മെന്റ് പ്രകാരം എന്താക്കി, ആ ഏജ് എന്താണ്, ലോ കുറക്കാണ്. ഓക്കെ, എന്തായാലും നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ്. അതിന്റെ ആർട്ടിക്കിൾ കൂടെ മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 326. ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ് വർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയില് പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ അടിസ്ഥാന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ അടിസ്ഥാന അവകാശങ്ങൾ ഉണ്ടോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടോ? ഉണ്ട് അല്ലെ? അതൊക്കെ വളരെ ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. എന്താണ് ഇന്ത്യയുടെ പിന്നെ ഫണ്ടമെന്റൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതില്. പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, match the following: Jawaharlal Nehru and Dr. Sachidananda Sinha, Dr. B.R. Ambedkar, Dr. Rajendra Prasad. അല്ലെ? ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഓരോ ആൾക്കാർ വഹിച്ചിട്ടുള്ള പദവികളാണ് അല്ലെ? ജവഹർലാൽ നെഹ്റു എന്ത് പദവി വഹിച്ചു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ പദവി എന്തായിരുന്നു? ഡോക്ടർ B.R. അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അവർ വഹിച്ചിട്ടുള്ള പദവികളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആയിരുന്നു ഏതായിരുന്നു? ജവഹർലാൽ നെഹ്റു ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് താൽക്കാലിക ഗവൺമെന്റ് നേരത്തെ പറഞ്ഞു. ഏത് മിഷന്റെ ഭാഗമായിരുന്നു? ഏത് മിഷന്റെ ഭാഗമായിരുന്നു? ഏത് മിഷന്റെ ഭാഗമായിരുന്നു? ഏതൊക്കെയാണ് മാച്ച് ആയത്? ചേർക്കാന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു എന്താണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് അല്ല, ക്യാബിനറ്റിന്റെ താൽക്കാലിക ക്യാബിനറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു അല്ലെ? ഓക്കെ, വെരി ഗുഡ്. മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പിന്നെ B.R. അംബേദ്കർ വളരെ ഈസിയാണ് അല്ലെ? ഡ്രാഫ്റ്റിംഗ്. പിന്നെ ഡോക്ടർ B.R. അംബേദ്കർ പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. ഓക്കെ, ആർട്ടിക്കിൾ 368 എന്താ? ആർട്ടിക്കിൾ 368 എന്താ? ആർട്ടിക്കിൾ 368 അമെന്റ്മെന്റ് ആണ് അല്ലെ? ഭേദഗതി ചെയ്യുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഭേദഗതി ചെയ്യാൻ പറ്റൂലേ? അത് എന്തൊക്കെ പോർഷൻസ് ആണ് അതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 368. എന്നാൽ പ്രസിഡൻസ് റൂള് ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ? ഏതാണ് ആർട്ടിക്കിൾ? 356 പ്രകാരമാണ് അല്ലെ? മാത്രമല്ല, ആർട്ടിക്കിൾ 355 അതൊക്കെ പിന്നെ അതൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്ട്രാ മനസ്സിലാവും. അതെ, ഇത് പിന്നെന്താ പറയാ, സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ലെങ്കിൽ ആർട്ടിക്കിൾ 365 പ്രകാരം എന്താ ചെയ്യാൻ കഴിയും? വേണമെങ്കിൽ പ്രസിഡൻഷ്യൽ റൂള് കൊണ്ടുവരാൻ കഴിയും. 355 എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് എക്സ്റ്റേണൽ അഗ്രഷൻ, പുറത്തു നിന്നൊക്കെ അറ്റാക്ക് വരാൻ. ഓക്കെ, വരുന്ന സമയത്ത് വേണമെങ്കിൽ എന്താക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഓവർകം ചെയ്തിട്ട് പ്രസിഡൻഷ്യൽ റൂൾ എന്താക്കാം, പിന്നെ ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവരാം. ഓക്കെ, ചുരുക്കി പറഞ്ഞാല് 356 എന്ത് പ്രസിഡന്റിനെ ഒരു സ്റ്റേറ്റ് ഭരിക്കാനുള്ള
ആർട്ടിക്കിള്. ഓക്കെ, അപ്പൊ ശരിയായ അത് തെറ്റായ സെന്റൻസ് ആണ് അല്ലേ? ഓക്കെ, പിന്നെ എന്താ എക്സ്ക്ലൂസീവ് ലെജിസ്ലേറ്റീവ് ഐറ്റംസ് ഓൺ ഏതൊക്കെയാ 3 ലിസ്റ്റുകൾ? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ഈ 3 ലിസ്റ്റ് പെട്ടിട്ടുള്ള സ്റ്റേറ്റ് ലിസ്റ്റില് ഇടപെടാനുള്ള അധികാരം പിന്നെ സ്റ്റേറ്റുകൾക്ക് ഉണ്ടോ? ഇടപെടാനുള്ള അധികാരം ഉണ്ടോന്നാണ്. ശരിയായ സെൻസ് ആണ്. ശരിയായ സെൻസ് ആണ്. അത് ശരിയായ which of the following statements are correct about the states? അല്ലേ? ഓക്കെ, which of the following bill was not passed in the year? 2005 ഈ പറയപ്പെട്ട ബില്ലാണ് പാസ്സാക്കുന്നത്. ഓക്കെ, എന്താണ്? നാഷണൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമമാണോ, അല്ലെങ്കിൽ നാഷണൽ റൂറൽ ഗ്യാരണ്ടി ആക്ട് ആണോ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ലാണോ? Which of the following bill was not passed? 2005 പറയുന്നുണ്ട്. 2005 3 ബില്ല് എഡ്യൂക്കേഷൻ ബില്ല്. ഈ 3 ബില്ലുകളിൽ ഏതാണ് 2005 പാസ്സാകാത്തത്? നാഷണൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്കറിയാം നാഷണൽ എംപ്ലോയ്മെന്റ് ആക്ട്, പുതിയ സ്കീമിൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പേരെന്താ? എനിവൺ ആർക്കെങ്കിലും അറിയോ? അല്ലേ? ഓക്കെ, പിന്നെ അവസാനം ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അത് നമുക്ക് വേണ്ടി അല്ലേ?